നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ഇ.ഡി. ഏറ്റെടുക്കുമ്പോൾ ഇനി പിണറായി സർക്കാർ പ്രതിരോധത്തിൽ തുടരും. കൊല്ലത്തെ വിജിലൻസ് കോടതി ഇ.ഡി. അന്വേഷണത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇ.ഡിക്ക് മുഴുവൻ രേഖകളും നൽകാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ സ്വർണ്ണ വിഹിതത്തിൽ വൻ തിരിമറി നടന്നുവെന്ന ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട് രംഗത്തേക്ക് ഇനി എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്വർണത്തിന്റെ ഉറവിടവും വിനിയോഗവും ഇ.ഡി. കണ്ടെത്തും. ഇത് സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും കടുത്ത വെല്ലുവിളിയായി മാറുകയും ചെയ്യും. സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഈ ഒരു തീരുമാനം. ഇ.ഡി. അന്വേഷണത്തെ പ്രത്യേക അന്വേഷണ സംഘവും എതിർത്തിരുന്നു. രാഷ്ട്രീയക്കാർക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്നും കേന്ദ്ര ഏജൻസി പരിശോധിക്കും. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളിൽ വൻതോതിൽ തിരിമറി നടന്നുവെന്ന ആരോപണത്തിലാകും പരിശോധന. ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങളും കാണിക്കയായി ലഭിച്ച സ്വർണ്ണക്കട്ടികളും രേഖകളിൽ ഉള്ളതുപോലെ സ്റ്റോക്കിൽ ഇല്ലെന്ന പരാതിയിലാണ് നടപടി. സ്വർണം ഉരുക്കിയതിലും പുതിയ ആഭരണങ്ങൾ നിർമ്മിച്ചതിലും വൻതോതിൽ ക്രമക്കേട് നടന്നതായി പ്രാഥമിക നിഗമനമുണ്ട്. ഇതിലെ കള്ളപ്പണ ഇടപാടുകളാണ് ഇ.ഡി. പ്രധാനമായും പരിശോധിക്കുക. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ഈ ഇടപാടിൽ പങ്കുണ്ടോ എന്ന കാര്യവും കേന്ദ്ര ഏജൻസി നിരീക്ഷിക്കും. കോടതി അനുമതി കിട്ടിയതോടെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സ്വർണം കൈകാര്യം ചെയ്ത ജീവനക്കാരിൽ നിന്നും ഇ.ഡി. വിവരങ്ങൾ തേടുകയും ചെയ്യും. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃപ്തികരമായ കണ്ടെത്തലുകൾ ഉണ്ടായില്ലെന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് ഇ.ഡി. എത്തുന്നത്. ഇ.ഡിക്ക് രേഖകൾ കൈമാറുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട്. കോടതിയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഈ വാദം തള്ളിയാണ് രേഖകൾ നൽകാനുള്ള ഉത്തരവ്. ശബരിമലയിൽ ഭക്തർ വഴിപാടായി സമർപ്പിച്ച കിലോ കണക്കിന് സ്വർണം ഉരുക്കിയതിലും പുതിയ ആഭരണങ്ങൾ നിർമ്മിച്ചതിലും വലിയ അഴിമതി നടന്നുവെന്ന ആരോപണം ഏറെക്കാലമായി കേരളത്തിൽ പുകയുന്നുണ്ട്. സ്വർണത്തിന് പകരം ചെമ്പ് വച്ചുവെന്നും ഉരുപ്പടികളുടെ തൂക്കത്തിൽ വൻ കുറവുണ്ടായെന്നുമുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഭക്തജനങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയിരുന്നു. ഇ.ഡി. അന്വേഷണത്തിന് കോടതി അനുമതി നൽകിയതോടെ വർഷങ്ങളായി ദേവസ്വം ബോർഡ് പൂഴ്ത്തിവച്ചിരുന്ന ഓഡിറ്റ് റിപ്പോർട്ടുകളും സ്വർണ്ണ കൈമാറ്റ രേഖകളും ഇനി കേന്ദ്ര ഏജൻസിയുടെ മേശപ്പുറത്തെത്തും. അന്വേഷണം തങ്ങൾ നടത്തിയാൽ മതി എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാദം കോടതി തള്ളിയത് സർക്കാരിനും പോലീസിനും വലിയ തിരിച്ചടിയായി മാറി. സ്വർണം ഉരുക്കിയതിലൂടെ നടന്ന കള്ളപ്പണ ഇടപാടുകളും അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങളുമാണ് ഇ.ഡി. പ്രധാനമായും പരിശോധിക്കുന്നത്. കേരളത്തെ വിറപ്പിച്ച സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ഈ ഇടപാടിൽ പങ്കുണ്ടോ എന്ന കാര്യവും കേന്ദ്ര ഏജൻസി നിരീക്ഷിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സ്വർണം കൈകാര്യം ചെയ്ത ജീവനക്കാരിൽ നിന്നും ഇ.ഡി. വിവരങ്ങൾ തേടും. സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃപ്തികരമായ കണ്ടെത്തലുകൾ ഉണ്ടായില്ലെന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് ഇ.ഡിയുടെ ഈ നിർണായക നീക്കം. ശബരിമല അയ്യപ്പന്റെ ആഭരണങ്ങളും സ്വർണവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം പവിത്രമാണ്. രാജഭരണകാലം മുതൽ ഓരോ കാലഘട്ടത്തിലും ഭക്തർ സമർപ്പിച്ച അമൂല്യ നിധികളാണിവ. ഈ സ്വർണത്തിൽ കൈവച്ചു എന്നത് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങേയറ്റം വൈകാരികമായ വിഷയമാണ്. അന്വേഷണം ഇ.ഡിയിലേക്ക് നീങ്ങുന്നതോടെ വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ നിഗൂഢതകൾ ഓരോന്നായി പുറത്തുവരുമെന്ന് ഉറപ്പാണ്. അതേസമയം പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിലും ഇപ്പോൾ സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ്. സർക്കാർ ഇതിൽ കേസെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ കേസെടുക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.